നോക്കാം സുപ്രധാന ആരോഗ്യ വാർത്തകൾ. മനുഷ്യ ശരീരത്തിലെ ആഴത്തിലുള്ള മുറിവുകൾ ഉണക്കാൻ സാധിക്കുന്ന മരുന്ന് പന്നികളിൽ നിന്ന് നിർമ്മിച്ച തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. പന്നിയുടെ പിത്താശയ സ്തരത്തിൽ നിന്ന് കോശരഹിത ഘടകങ്ങൾ വേർതിരിച്ചാണ് കുഴമ്പ് രൂപത്തിലുള്ള ഈ ഔഷധം നിർമ്മിച്ചത്. ആരോഗ്യരംഗത്തെ മികച്ച നേട്ടങ്ങളിൽ ഒന്നെന്ന് കരുതപ്പെടുന്ന മരുന്നിന്റെ കണ്ടെത്തലിലൂടെ ഹൃദയത്തിലുണ്ടാകുന്ന മുറിവുകൾ വളരെ പെട്ടെന്ന് ഭേദമാക്കാൻ സാധിക്കുമെന്നതും പ്രത്യേകതയാണ്. എക്സ്പെരിമെന്റൽ പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ ടി വി അനിൽകുമാറിന്റെ 15 വർഷം നീണ്ട ഗവേഷണ ഫലമായാണ് മരുന്ന് വികസിപ്പിക്കാനായത്. PhD സ്കോളർ KV പ്രതീഷ്, റിസർച്ച് ഫെലോ ഡോക്ടർ KS പ്രവീൺ എന്നിവരും ഗവേഷണത്തിൽ പങ്കാളികളായി. മരുന്ന് മനുഷ്യരിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചില ഗവേഷണങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് ഡോക്ടർ അനിൽകുമാർ അറിയിച്ചു. നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മിമിക്രി താരം മഗീഷ് കുഞ്ഞുമോന്റെ ശസ്ത്രക്രിയ വിജയകരം. കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു 9 മണിക്കൂറുകളോളം നീണ്ട ശസ്ത്രക്രിയ. താരത്തിന്റെ സുഹൃത്തും നടനുമായ ബിനീഷ് ബാസ്റ്റിൻ തന്റെ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ തൃശൂർ കയ്പമംഗലം പറമ്പിക്കുന്നിൽ ഉണ്ടായ വാഹനാപകടമാണ് കൊല്ലം സുധിയുടെ ജീവനെടുത്തത്. വടകരയിൽ നിന്ന് സ്വകാര്യ ചാനലിന്റെ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അഭിമാനകരമായ നേട്ടങ്ങൾക്കിടയിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ വീണ്ടും പ്രതിസന്ധിയെന്ന് റിപ്പോർട്ടുകൾ. കുടിശ്ശിക കിട്ടിയില്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് കാണിച്ച് സ്വകാര്യ ആശുപത്രികൾ ആരോഗ്യ വകുപ്പിന് കത്തയച്ചതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കാരുണ്യ പദ്ധതി പ്രകാരം ചികിത്സ നൽകിയ സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാരിൽ നിന്നും കിട്ടാനുള്ളത് കോടികളാണ്. തുക കുടിശ്ശികയായതോടെ ചികിത്സ തുടരാനാകില്ലെന്ന നിലപാടിലാണ് പല സ്വകാര്യ ആശുപത്രികളും. ഇതോടെ രോഗികളുടെ ചികിത്സ മുടങ്ങുന്ന സ്ഥിതിയാണ്. കാരുണ്യ പദ്ധതി വഴി സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് 800 കോടി കുടിശ്ശികയുണ്ടെന്നാണ് കണക്ക്. കേന്ദ്രവിഹിതം കിട്ടാത്തതും സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കവുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗി പീഡനത്തിനിരയായ സംഭവത്തിൽ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ സസ്പെൻഷനിലായിരുന്ന ജീവനക്കാരെ തിരിച്ചെടുത്ത നടപടി പ്രതിഷേധങ്ങളെ തുടർന്ന് റദ്ദാക്കി ആരോഗ്യ വകുപ്പ്. നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മല്ലിക ഗോപിനാഥ് വ്യക്തമാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് ജീവനക്കാരെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കിയത്. ജീവനക്കാരെ തിരിച്ചെടുത്ത നടപടി പരിശോധിക്കാൻ ആരോഗ്യമന്ത്രി DMAക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയല്ല, പുറത്താക്കുകയാണ് വേണ്ടതെന്ന് അതിജീവിത മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 3200 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്കായി ചെലവഴിച്ചതെന്നും മിതമായ നിരക്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ സംസ്ഥാനത്ത് 70% ആളുകളും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ രോഗി സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കണമെന്നതാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം. സർക്കാർ മേഖലയിൽ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി കോഴിക്കോട് ആശുപത്രി തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. കാലവർഷം കേരളത്തിലെത്തിയതായി പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നതിനാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയതായും ശക്തമായ ഇടിമിന്നലിനും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുള്ളതായും അധികൃതർ വ്യക്തമാക്കി. അതേസമയം അതിതീവ്ര ചുഴലിക്കാറ്റായ ബിപോർജോയ് സൂപ്പർ സൈക്ലോണായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിലെ മരണാനന്തര അവയവദാന പദ്ധതിയുടെ നടത്തിപ്പും മേൽനോട്ടവും വഹിക്കുന്ന കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന് പുതിയ വെബ്സൈറ്റ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തു. NIC, CDIT എന്നിവ മുഖേനയാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയത്. പൊതുജനങ്ങൾക്കാവശ്യമായ അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായാണ് പുതിയ വെബ്സൈറ്റ് തയ്യാറാക്കിയതെന്ന് മന്ത്രി വ്യക്തമാക്കി. അവയവദാന മേഖലയിലും അവയവ മാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സുതാര്യത ഉറപ്പുവരുത്താൻ ഈ വെബ്സൈറ്റ് സഹായിക്കും.
അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഈ രംഗത്തെ കച്ചവട താൽപര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് കേസോട്ടോ ആരംഭിച്ചത്. www.kesoto.kerala.gov.in എന്നതാണ് വെബ്സൈറ്റിന്റെ വിലാസം. അവയവദാനവുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ, സർക്കാർ ഉത്തരവുകൾ, പ്രധാന പ്രോട്ടോകോളുകൾ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ എന്നിവ ഉൾപ്പെടെ കേസോട്ടോയുടെ ഭരണപരമായ വിവരങ്ങൾ, റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്നിവയും വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. ആരോഗ്യമേഖലയിൽ വീണ്ടും കേരളത്തിന് കേന്ദ്രത്തിന്റെ അവഗണന. രാജ്യത്ത് പുതുതായി 50 മെഡിക്കൽ കോളേജുകൾ അനുവദിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും കേരളത്തിന് ഒന്നുപോലും നൽകിയില്ല. 30 സർക്കാർ കോളേജുകളും 20 സ്വകാര്യ കോളേജുകളുമാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചത് തെലങ്കാനയ്ക്കാണ്. 12 മെഡിക്കൽ കോളേജുകളാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലും കർണാടകയിലും 3 വീതം മെഡിക്കൽ കോളേജുകളും അനുവദിച്ചു. ആന്ധ്രാപ്രദേശ്, അസം, ഗുജറാത്ത്, ഹരിയാന, ജമ്മുകാശ്മീർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, നാഗാലാൻഡ്, ഒഡീഷ, രാജസ്ഥാൻ, ബംഗാൾ, UP എന്നിവയാണ് കേന്ദ്ര മെഡിക്കൽ കോളേജുകൾ അനുവദിച്ച മറ്റു സംസ്ഥാനങ്ങൾ. അതേസമയം വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കണമെന്ന് കേരള സർക്കാർ കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഈ ആവശ്യവും കേന്ദ്രം തള്ളി. രാജ്യമെമ്പാടും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ഭക്ഷ്യവീഥികൾ ഒരുക്കാൻ പദ്ധതിയിട്ട് കേന്ദ്ര സർക്കാർ. പദ്ധതിയുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിലായി 100 ഭക്ഷ്യവീഥികൾ ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ദേശീയ ആരോഗ്യ ദൗത്യം, ഭവന നഗരകാര്യ മന്ത്രാലയവുമായി യോജിച്ച് FSSAIയുടെ സാങ്കേതിക പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഭക്ഷണ രീതികൾ, ഭക്ഷ്യസുരക്ഷ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പ്രാദേശിക ഭക്ഷ്യ ബിസിനസ്സുകളുടെ ശുചിത്വ വിശ്വാസ്യത മെച്ചപ്പെടുത്തുകയും പ്രാദേശിക തൊഴിൽ, ടൂറിസം, സമ്പദ് വ്യവസ്ഥ എന്നിവ വർദ്ധിപ്പിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ മറ്റു മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിൽ തള്ളുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം. സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് ഓഫീസർമാർക്കുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും കീഴിലും എൻഫോഴ്സ്മെന്റ് സംവിധാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ പരിശോധനയ്ക്ക് പോകുമ്പോൾ ജോയിന്റ് ഡയറക്ടർമാർ ആവശ്യപ്പെടുന്ന പ്രകാരം പോലീസ് ഓഫീസർമാരെ അനുവദിക്കാൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി. ഉത്തരവിന് വിരുദ്ധമായ ഉൽപ്പന്നങ്ങൾ കടത്താൻ ഉപയോഗിക്കുന്നതും അനധികൃതമായി മാലിന്യം തള്ളാൻ കൊണ്ടുപോകുന്നതുമായ വാഹനങ്ങൾ പിടിച്ചെടുക്കണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുത്ത് ബോധവൽക്കരണം നടത്തണം. അറവുശാലകൾ, ഭക്ഷണശാലകൾ മുതലായവ തദ്ദേശ സ്വയംഭരണ അധികൃതരുടെ സഹായത്തോടെ കൃത്യമായ ഇടവേളകളിൽ മിന്നൽ പരിശോധന നടത്തി ശുചിത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികളെടുക്കണമെന്നും പോലീസിന് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.